blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു ലൈഫ് ട്രാൻസ്ഫോമിംഗ് ആയി തന്നെ മാറ്റട്ടെ എന്ന് ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രധാനമായും നിങ്ങൾ കാണാൻ പോകുന്നത് പലരുടെയും ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ച വലിയ മിറക്കിൾസാണ്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ നമ്മുടെ സ്പോൺസർക്ക് വേണ്ടി ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് തമ്പാൻ വർഗീസ് ഫ്രം എറണാകുളം. ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് അദ്ദേഹം ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിലൂടെ നമ്മെ അനുഗ്രഹിച്ചതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ ചേർന്ന് അനുഗ്രഹിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് തമ്പാൻ വർഗീസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മേൽ ഇന്ന് അങ്ങയുടെ എല്ലാ ജന്മദിന അനുഗ്രഹങ്ങളും അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോട് ചേർന്ന് തൻ്റെ ആരോഗ്യത്തിനായി, യേശുവിനോടൊപ്പമുള്ള ജീവിതത്തിനായി, ബിസിനസ്സിനായി, കുടുംബത്തിനായി, മക്കൾക്കായി, തലമുറകൾക്കായി എല്ലാം ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം നിലകളിൽ സർവശക്തനായ ദൈവത്തിന് അദ്ദേഹത്തെ അനുഗ്രഹിക്കാമോ ആ നിലകളിലെല്ലാം തന്നെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആൻഡ് many happy returns of the day, Thampan Varghese, and thank you so much for sponsoring today's episode. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ എപ്പിസോഡ് ഒരു മിറക്കിൾസ് ടുഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. എന്ന് വെച്ചാൽ പല അത്ഭുതങ്ങൾ, യേശു ചെയ്ത അത്ഭുതങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യമായി ഭർത്താവ് മരിച്ചുപോയ ജിൻസി എന്നു പേരുള്ള ഒരു സഹോദരി, കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ നീന്തിക്കൊണ്ടിരുന്ന ആ സഹോദരിയെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിൽ വന്ന് കണ്ണുനീരോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ജോലിയിൽ, അതുപോലെ ജീവിതത്തിൽ ചെയ്ത ഒരത്ഭുതം, ഇതിനേക്കാൾ വലിയ അത്ഭുതം, എക്സൈറ്റിംഗ് ആയിട്ടുള്ള അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഇതേ യേശു ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഉള്ളിലെ പ്രാർത്ഥന. വാച്ച് ദിസ്. ഈ സഹോദരിയുടെ പേര് ജിൻസി എന്നാണ്. ആ സഹോദരിക്ക് തമിഴ്നാട് ട്രൈബൽ ഹോസ്പിറ്റലിലാണ്, നേഴ്സാണ്. അവിടെയാണ് താൻ വർക്ക് ചെയ്തിരുന്നത്. തനിക്ക് വളരെ തുച്ഛമായൊരു ശമ്പളമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. താൻ കഴിഞ്ഞ സുൽത്താൻ ബത്തേരിയിലെ മീറ്റിങ്ങിന് അവിടെ വന്നിരുന്നു. അവിടെ നിന്ന് വന്നു. താൻ വളരെയധികം കരഞ്ഞ് താൻ ആ മീറ്റിങ്ങിൽ ശമ്പള വർധനവിന് വേണ്ടി പ്രാർത്ഥിച്ചു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തനിക്ക് സുൽത്താൻ ബത്തേരിയിലുള്ള അൽഫ ഹോസ്പിറ്റലിൽ തനിക്ക് നേഴ്സായിട്ട് ജോലി കിട്ടി. ഇരട്ടി ശമ്പളത്തോടു കൂടിയാണ്. ഇരട്ടി ശമ്പളത്തോടു കൂടി. 2 വർഷം മുമ്പ് ആ സഹോദരിയുടെ ഭർത്താവ് മരിച്ചു. താനും 2 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് താൻ പ്രാർത്ഥിച്ചത്. പക്ഷെ തൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഇരട്ടി ശമ്പളവും കിട്ടി. തനിക്ക് താമസിക്കാൻ സൗജന്യമായൊരു ക്വാർട്ടേഴ്സും ദൈവം കൊടുത്തു. കിട്ടി, കർത്താവ് കൊടുത്തു. 68-ാം സങ്കീർത്തനം 5. ദൈവം അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ഏതെങ്കിലും വിധവമാർ ഇവിടെ ഉണ്ടെങ്കിൽ, ഈ സാക്ഷ്യം കാണുന്നുണ്ടെങ്കിൽ, ഈ സഹോദരിക്ക് വേണ്ടി ജിൻസി എന്നല്ലേ പറഞ്ഞു, ഈ സഹോദരിക്ക് വേണ്ടി പ്രവർത്തിച്ച കർത്താവ് എല്ലാ വിധവമാർക്കും, അനാഥർക്കും വേണ്ടി, പിതാക്കന്മാരില്ലാത്തവർക്കും വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നോക്കൂ, ബ്ലെസ്സിങ് ഫെസ്റ്റിൽ വന്നു, കരഞ്ഞ് യേശുവിനോട് പ്രാർത്ഥിച്ചു. ഞങ്ങളിതറിയുന്നില്ല, മറ്റുള്ളവരറിയുന്നില്ല, എന്നാൽ യേശു അറിയുന്നു. നിങ്ങളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീഴുമ്പോൾ
ഞാൻ സാധാരണ പറയാണ്, നമ്മുടെ ഉടുപ്പിലേക്കല്ല അത് വീഴുന്നത്, യേശുവിൻ്റെ കയ്യിലേക്ക് കർത്താവ് അതെടുക്കും. കണ്ണുനീർ തുള്ളികൾക്ക് ദൈവസന്നിധിയിൽ പൊഴിക്കുമ്പോൾ നിരവധി ലക്ഷക്കണക്കിന് രൂപയേക്കാൾ, ഡോളറുകളേക്കാൾ, സ്വർണ്ണക്കട്ടികളേക്കാൾ സ്വർഗം വിലമതിക്കുന്ന നമ്മുടെ കണ്ണുനീരിനാണ്. ബൈബിൾ പറയുന്നത് നമ്മുടെ കണ്ണുനീർ അവൻ തുരുത്തിയിൽ ശേഖരിച്ചു വെക്കും. എന്തിനാ ശേഖരിച്ചു വെക്കുന്നത്? അതിൻ്റെ ഇത്ര ലിറ്റർ ദുഃഖിച്ച് കരഞ്ഞെങ്കിൽ ബൈബിൾ പറയുന്നു, ഇപ്പോൾ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇന്ന് ഈ സഹോദരി, എൻ്റെ വിശ്വാസം, ആശ്വാസത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ശരിയാണോ? എത്രത്തോളം സന്തോഷം തോന്നുന്നുണ്ട് കർത്താവ് ഇത് പ്രവൃത്തി. ഇപ്പം എത്ര നാളായി കാണോ ആ ഒരു വ്യത്യാസം വന്നിട്ട്? ജോലി ലഭിച്ച് 8 മാസം കഴിഞ്ഞു. 8 മാസം. അന്നാണ്, അതിനു മുമ്പാണ് അവിടെ സുൽത്താൻ ബത്തേരിയിൽ വന്നത്. ഓഗസ്റ്റിലാണ് വന്നത്. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ. ആൺകുട്ടികളാണോ പെൺകുട്ടികൾ? ഒരു മോനും ഒരു മോളും. എത്ര വയസ്സുണ്ട്? മോൾക്ക് 13 വയസ്സ്. 13. മോനും 10 വയസ്സ്. നോക്കൂ, ചെറിയ കുട്ടികൾ. എങ്ങനെയാ കുഞ്ഞുങ്ങളെ വളർത്തും? യേശു അത് അറിഞ്ഞ് അത്ഭുതം ചെയ്തു. കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വിധവമാർക്ക് വേണ്ടി, പിതാക്കന്മാർ ഇല്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജിൻസി എന്ന ഈ സഹോദരിക്ക് വേണ്ടി അത്ഭുതം അങ്ങ് പ്രവർത്തിച്ചെങ്കിൽ എവ്രി മിറക്കിൾ ഈസ് റിപ്പീറ്റബിൾ. കർത്താവ് യേശുവിൻ നാമത്തിൽ ഇത് ആവർത്തിക്കട്ടെ, പെരുകട്ടെ. ആ അത്ഭുതങ്ങൾ അനേകരിലേക്ക് പെരുകട്ടെ. അനേകർക്ക് കർത്താവെ ശമ്പള വർധനവോടുകൂടി, ഒന്നുകിൽ അതേ ജോലിയിൽ ഒരു പ്രമോഷൻ, അതല്ലെങ്കിൽ കർത്താവെ അതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട വേറെ ജോലി യേശുവിൻ നാമത്തിൽ ലഭിക്കട്ടെ. ഹല്ലേലൂയ. അതോടൊപ്പം കർത്താവെ, ഈ ഗൂഡല്ലൂരിൽ ഭൂമിയുടെ പ്രശ്നം അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ എത്രയും വേഗം അതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ. അതോട് ചേർന്ന് രോഗികൾക്കായി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കും കർത്താവെ അങ്ങ് രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മക്കൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയോ ചെയ്യുന്ന മാതാപിതാക്കൾ ഒത്തിരി നമ്മുടെ നാട്ടിലുണ്ട്. അവരെക്കുറിച്ച് എപ്പോഴൊരു ആകാംക്ഷയും, അവരുടെ ഫോൺ വരുമ്പോൾ, ഇമെയിൽ വരുമ്പോൾ, എന്താണ് അവിടെ, അങ്ങനെ ആയിരിക്കുമ്പോൾ അവിടെ അവർ രോഗിയാണെന്നോ പ്രയാസത്തിലാണെന്ന് കേട്ടാൽ ഇവിടെയുള്ള മാതാപിതാക്കളുടെ ടെൻഷൻ എത്ര വലുതാണ്. അതുപോലെ പ്രയാസത്തിലായിരുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയും വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയും അവളുടെ മകളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചൊരു അത്ഭുതമാണ് അടുത്ത മിറക്കിൾസ് ടുഡേയിലെ സാരാംശം എന്ന് പറയുന്നത്. ഈ സമയത്ത് ആ അനുഭവ സാക്ഷ്യം കാണുക. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, മക്കളെ ഓർത്ത് പ്രയാസപ്പെടുന്നവർ, ഇത് നിങ്ങൾ ഒത്തിരി വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യും. അതോടൊപ്പം എല്ലാവരും ഇത് കാണുന്നവരെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കുവാൻ, ജോലി വേറെ നൽകുവാനൊക്കെ ദൈവശക്തനാണ്. ബ്രദറിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നത് സിസ്റ്ററുടെ പേര് ശശിപ്രഭ എന്നാണ്. തൻ്റെ മകൾ അശ്വതി 2009 മുതൽ താൻ ലണ്ടനിൽ അനിമേഷൻ പഠിക്കുവാൻ വേണ്ടി പോയിരുന്നു. പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ താൻ അവിടെ ഒരു കമ്പനിയിൽ, ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. പഠനവും ജോലിയും ആരംഭിച്ചു. പക്ഷേ അവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ അലർജി, ആ പ്രൊഡക്റ്റിൽ നിന്നുണ്ടാകുന്ന അലർജി മൂലം തനിക്ക് ഏറെ പ്രയാസപ്പെട്ടു ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൂടാതെ തന്നെ ശക്തിയായ തണുപ്പും തന്നെ അവിടെ നിൽക്കുവാൻ വളരെയധികം പ്രയാസപ്പെടുത്തി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സഹോദരി 2013 ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, താൻ സ്ഥിരം ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഒരു സഹോദരിയാണ്. താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ മനസ്സിൽ പെട്ടെന്ന് ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു. അമ്മയുടെ മനസ്സിൽ ഒരു ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന ആഗ്രഹം വന്നു. താൻ തീരുമാനിച്ചു, എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ അതിൻ്റെ സ്പോൺസർ ചെയ്തിരിക്കുമെന്ന് തീരുമാനിച്ചു. തീരുമാനം ഉണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ മകൾക്ക് മറ്റൊരു കമ്പനിയിൽ HRM ആയിട്ട് ഏറ്റവും നല്ലൊരു പൊസിഷനിൽ തനിക്ക് ജോലി ലഭിച്ചു. ഇന്ന് ആ മകൾ സന്തോഷത്തോടു കൂടി, അതുകൂടാതെ തന്നെ തീരുമാനമെടുത്ത് പണം കൊടുക്കുന്നതിന് മുൻപ് തന്നെ ആ മകളുടെ അലർജിയും മാറി, മകൾക്ക് നല്ലൊരു ജോലി ലഭിച്ചു. എത്ര പേർ കൈകൾ അടിച്ച യേശുവിന് നന്ദി പറയും. അതുമാത്രമല്ല ബ്രദർ, തീരുമാനം എടുക്കുക മാത്രമല്ല, ഈ സഹോദരി ഈ കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതിയിലെ ദിവസത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ശശിപ്രഭ എന്ന ഈ സഹോദരിയായിരുന്നു.
കോഴിക്കോട് അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ അനുഗ്രഹം ഇവിടെ ഉണ്ടാകും. എന്നാൽ ആ തീരുമാനമെടുത്തപ്പോൾ തന്നെ വ്യത്യാസം വരാൻ തുടങ്ങി. വീട്ടിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് കേട്ടിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞു. ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് ഞാൻ വിളിച്ചിട്ട് മോൾക്ക് അലർജി എന്ന സമയത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു, പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ശരിയാവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, പിന്നെ അങ്ങനെ പറയരുത് സിസ്റ്റർ, പിന്നെ ഇതെല്ലാം അലർജിയൊക്കെ ശരിയായി നിങ്ങളെ മകൾക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് വിശ്വസിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ സ്വയം ഇരുന്നപ്പോഴേ എനിക്ക് തോന്നി, പിന്നെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെങ്കിലും ഞാനത് കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മോൾക്ക് ജോലി ചെയ്യും പറഞ്ഞിട്ട് അവൾ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടുള്ള വിപിൻ്റെ കയ്യിലാണ് കൊടുത്തത്. പൈസ കൊണ്ടുവന്നിട്ട് പൈസ തികയാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സ് പണയം വെച്ചിട്ട് പൈസ കൊടുത്തതാണ്. അങ്ങനെ എന്തായാലും ഇപ്പം നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ്. അത് കൂടാതെ തന്നെ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് കേട്ടിട്ട് സന്തോഷമുണ്ട്? കൈകൾ ശക്തിയോടെ അടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഒരു ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങൾ ഓരോ ദിവസവും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒത്തിരി പണക്കാരായിരിക്കും ഇതൊക്കെ സ്പോൺസർ ചെയ്യുന്നത്. ഒരാൾ പറഞ്ഞു, ഏതോ ഒരു വജ്ര വ്യാപാരി ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ മുഴുവൻ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ലെന്ന് പറയും. പക്ഷേ ഇപ്പോൾ മനസ്സിലാകും, ഇതുപോലെ ഇല്ലാത്ത പൈസ ചില സമയത്ത് പണയം വെച്ചൊക്കെയാണ് പലതും സ്പോൺസർ ചെയ്യുന്നത്. പക്ഷേ സ്പോൺസർ ചെയ്ത് കഴിയുമ്പോൾ ദൈവം അവരെ ഒത്തിരി അനുഗ്രഹിക്കുന്നു. സ്പോൺസർ ചെയ്യുന്ന ദിവസം ലക്ഷക്കണക്കിന് പേരാണിത് ലോകം മുഴുവൻ കാണുന്നത്. അവർ അനുഗ്രഹിക്കപ്പെടുന്നു. അത് കൂടാതെ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവരെയും ദൈവം അത്യധികമായി അനുഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവെ, ഈ സഹോദരിയുടെ കുടുംബത്തിൽ തനിക്കും മകൾക്കും എല്ലാവർക്കും വേണ്ടി അങ്ങ് ചെയ്ത അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയും. ഈ സാക്ഷ്യം കേട്ടവരുടെ ഹൃദയത്തിലും വലിയ വിശ്വാസമുണ്ടായി. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവ്, ഇതുവരെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തവർക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലും വലിയ അനുഗ്രഹങ്ങളെ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ജോലി വേണ്ടവർക്ക് അങ്ങ് കൊടുക്കണമേ. ജോലി ഇല്ലാത്തവർക്ക് അങ്ങ് ജോലി കൊടുക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളാലും അങ്ങയുടെ ജനത്തെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിൻ്റെ വിശ്വാസത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ചേർന്ന് അവളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പരസ്യമായി യേശുവിനെ ഇവിടെ ഉയർത്തിയ നിമിത്തം കർത്താവെ, കൂടുതൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്രദർ, ഈ സഹോദരിയുടെ പേര് പ്രഭ എന്നാണ്. യേശു തനിക്ക് വേണ്ടി ചെയ്തൊരു അത്ഭുതമായിട്ടാണ് താൻ ഇവിടെ നിൽക്കുന്നത്. താൻ 5 വർഷം മുമ്പ് തൻ്റെ കയ്യിലൊരു ചതവ് പറ്റിയിരുന്നു. അന്ന് മുതൽ തനിക്ക് വിട്ടുമാറാത്ത കൈവേദനയും തോളുവേദനയും എല്ലാം ഉണ്ടായിരുന്നു. താൻ ഒത്തിരി മരുന്നുകൾ മാറി മാറി കഴിച്ചു നോക്കി. പക്ഷെ ഒന്നും സൗഖ്യമാക്കാൻ അതിന് കഴിഞ്ഞില്ല. സംഭവിച്ച കാര്യം ഇതാണ്. കഴിഞ്ഞ മാസം ബ്രദർ ഡാമിയൻ ബ്ലെസ്സിങ് ടുഡേ TV-യിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കഴുത്ത് വേദനയുള്ളവരെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു, ശാരീരികമായിട്ട് പ്രശ്നമുള്ളവരെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി വിശ്വാസത്തോടെ ആ TV സ്ക്രീനിലേക്ക് കൈനീട്ടി പ്രാർത്ഥിച്ചു. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ ശരീരം വളരെ ഇങ്ങനെ വിറയ്ക്കാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നിട്ട് താൻ വളരെ ഇങ്ങനെ വിറച്ചു. താൻ അവിടെ നിന്ന് മറിഞ്ഞു വീഴുന്ന പോലെ തനിക്ക് തോന്നി. പിന്നീട് തനിക്ക് ആ വേദന അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഇത് പൂർണ്ണമായും സൗഖ്യമായി എന്നാ പറയുന്നത്. ഹല്ലേലൂയ. സിസ്റ്ററെ, എത്ര മാസമായിട്ട്, എത്ര നാളിലായിട്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നു? 5 വർഷമായിട്ടുണ്ടായിരുന്നു. 5 വർഷമായിട്ട് ഈ പ്രശ്നം സഹോദരിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ നീര് കാണാനുണ്ട്. പക്ഷേ ഇത് വേദന കൂടിയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സഹോദരിക്കുണ്ടായിരുന്നത്? വേദന കൂടിയ സമയത്ത് ഒരു ജോലിയൊക്കെ ചെയ്യാൻ പാടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ പറഞ്ഞു, കൈക്ക് വേദനയുള്ളവർ എല്ലാ സ്ഥലത്തോട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തൊട്ട് പ്രാർത്ഥിച്ച് എൻ്റെ കൈക്ക് വേദന മാറ്റി തരണം ഈശോയെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ പ്രാർത്ഥിച്ചു. അന്നേരം അന്ന് ഭയങ്കരമായിട്ട് വേദന കൂടി. ആ രാത്രിയിലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തൊട്ട് വേദന ഇല്ല എനിക്ക്. ഈ പ്രാർത്ഥിച്ച സമയത്ത് എന്തെങ്കിലും ശരീരത്തിൽ അനുഭവിച്ചിരുന്നു? അന്നേരം എന്തോ ഒന്ന് ശരീരത്തിൽ ഇങ്ങനെ തുള്ളി വന്നേച്ചത് അങ്ങ് എടുത്ത് എറിയപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. ആമേൻ. ഹല്ലേലൂയ. അത് യേശുവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തിയാണ്. അത് മാത്രമല്ല, ഒരു സാക്ഷ്യം കൂടിയുണ്ട്. തൻ്റെ മകൾ അഞ്ജലിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നത്. താൻ BSc സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ടീച്ചേഴ്സ് ഇല്ലാതെ വന്നു. എക്സാമും വന്നു.
ഈ സഹോദരി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. സംഭവിച്ച കാര്യം ഇതാണ്, ആ കുട്ടിക്ക് ഏറ്റവും നല്ല ഉയർന്ന മാർക്ക് കർത്താവ് കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. ടീച്ചേഴ്സ് ലാസ്റ്റ് സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഇവർ തന്നെ പഠിച്ചു, തന്നെ പുസ്തകമൊക്കെ റെഫർ ചെയ്ത് തന്നെ പഠിച്ചു. എന്നും വിളിച്ച് പറയുമായിരുന്നു, അമ്മയെ പ്രാർത്ഥിക്കുക, അമ്മയുടെ പ്രാർത്ഥന ഒത്തിരി കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കരഞ്ഞ് പറഞ്ഞു. ഡിസ്റ്റിങ്ഷന് 1 മാർക്കേ കുറവുള്ളൂ. ഡിസ്റ്റിങ്ഷന് 1 മാർക്കേ കുറവുള്ളൂ. കർത്താവ് അത്രയും തന്നെ അനുഗ്രഹിച്ചു. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ദൈവം കൊടുത്ത എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവർ കുടുംബമായി യേശുവിൻ്റെ മക്കളായി ആ ദേശത്തിന് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പല വീടുകളും ജപ്തിയുടെ ഭീഷണിയിലാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട്ടിൽ എടുത്തിരുന്ന ഒരു ബാങ്ക് ലോൺ നിമിത്തം അത് വർദ്ധിച്ച് പെരുകി അടക്കാൻ കഴിയാതെ പ്രയാസത്തിലായി. പല പ്രാവശ്യം ഞങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി പോലീസുകാർ, ജീപ്പും ബാങ്ക് ഉദ്യോഗസ്ഥരെല്ലാം കൂടെ വന്ന് ഭീതിയുടെ ആ ഒരു വർഷങ്ങൾ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് ഒരു സഹോദരി പറഞ്ഞൊരു സാക്ഷ്യം ഭയങ്കരമാണ്. എടുത്തിരുന്ന വായ്പാ തുക പലിശയടക്കം വർദ്ധിച്ച് വലുതായി. ബാങ്കുകാരെ, ഉദ്യോഗസ്ഥരൊക്കെ വന്ന് സ്ഥലമെല്ലാം അളന്ന് ജപ്തിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. പക്ഷേ അത്ഭുതകരമായി ആ ബാങ്ക് ലോൺ മുഴുവൻ എഴുതിത്തള്ളി ജപ്തിയിൽ നിന്നും യേശു ആ കുടുംബത്തെ രക്ഷിച്ചത്. This is unbelievable. But Jesus does miracles. യേശു കർത്താവ് ഒരു മജീഷ്യൻ അല്ല. He is a real miracle worker. ഈ സാക്ഷ്യം നിങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, get ready for your miracle. നിങ്ങളുടെ ലൈഫിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് ദേവി എന്നാണ്. ഈ സിസ്റ്റർ പറയുന്നത് ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിസ്റ്ററിൻ്റെ സഹോദരൻ ഈ സിസ്റ്ററിൻ്റെ വസ്തു വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ഓക്കെ. അതിനുശേഷം ഈ 8 വർഷത്തോളമായി അതിൽ 1 രൂപ പോലും തിരിച്ചടച്ചില്ലായിരുന്നു. അങ്ങനെ അത് 25 ലക്ഷം രൂപയായി വർദ്ധിച്ചു. ബാങ്കുകാർ പറഞ്ഞു ഇത് ജപ്തി ചെയ്യണം, കാരണം ഈ പണം ഇവർക്ക് സഹോദരൻ കൊടുക്കുന്നില്ല, ഇവർക്കൊട്ട് തിരിച്ചടക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അങ്ങനെ മനസമാധാനം നഷ്ടപ്പെട്ട, ഉറക്കവുമില്ല, ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, കഴിഞ്ഞ വർഷം 2012 ഒക്ടോബർ മാസത്തിൽ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ ചില വാക്കുകൾ, പരിശുദ്ധാത്മാവ് നൽകിയ വാക്കുകൾ വിളിച്ചു പറഞ്ഞു. അതിങ്ങനെയാണ് പറഞ്ഞത്, ബാങ്ക് ജപ്തിയിൽ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ പ്രശ്നമുള്ളവരുടെ ജപ്തി കർത്താവ് എഴുതി തള്ളുന്നു എന്ന് പറഞ്ഞു. ജപ്തി പോലെയുള്ള വലിയ പ്രയാസങ്ങൾ മുൻപിൽ വന്ന് നിൽക്കുന്നവർ, ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് പറയുന്നവർ, യേശു നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. യേശു നിങ്ങളെ അത്ഭുതകരമായി പുറത്തെടുക്കും. വിശ്വസിക്കുക. ഈ സിസ്റ്റർ ഈ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ട് അപ്പോഴാണ് ഈ ബ്രദർ ഈ വാക്കുകൾ വിളിച്ചു പറഞ്ഞത്. ഈ സിസ്റ്റർ അത് വിശ്വസിക്കുകയും അത് ഏറ്റെടുത്തു. പക്ഷേ അതിനിടെ ഇത് ഒക്ടോബർ മാസത്തിലാണ് നടക്കുന്നത്. പക്ഷേ നവംബർ മാസമായപ്പോൾ അതിന് പ്രത്യക്ഷത്തിലൊരു ഫലമൊന്നും കണ്ടില്ല. സിസ്റ്റർ അത് ആ പ്രാർത്ഥന വിശ്വാസത്തോടെ ആ വാക്കുകൾ ഏറ്റെടുത്തു. നവംബർ മാസത്തിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് സ്ഥലമെല്ലാം അളന്ന് തിട്ടപ്പെടുത്തി, ജപ്തി ചെയ്യാനുള്ള എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി അവർ പോയി. പക്ഷേ ദൈവം അതിനിടയിൽ പ്രവർത്തിച്ചു. ഡിസംബർ മാസമായപ്പോൾ ഇവരെ ബാങ്കിലേക്ക് മാനേജർ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ കടം ഞങ്ങൾ ബാങ്ക് അത് എഴുതി തള്ളുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 1 രൂപ പോലും ബാങ്കിൽ അടക്കാതെ കർത്താവ് സ്വർഗത്തിൽ നേരത്തെ തന്നെ അത് എഴുതി തള്ളി. അത് ഭൂമിയിൽ ഡിസംബർ മാസത്തിൽ സംഭവിച്ചു. 25 ലക്ഷം രൂപയുടെ കടം ബാങ്ക് എഴുതി തള്ളി. ബ്ലെസ്സിങ് ടുഡേ കണ്ടപ്പോൾ അതിൽ ഇത് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ എന്നും രാവിലെ പണി ഇട്ടിട്ട് ഞാൻ ചെന്ന് കാണും. പണി പോലെ ഇട്ടിട്ട്
ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ബ്ലെസ്സിംഗ് ടുഡേ നടക്കുമ്പോൾ ചെന്ന് കണ്ടുകൊണ്ടിരിക്കും. മോളെയും വിളിക്കും, മോനെയും വിളിക്കും. മോനും പഠിക്കുകയാണ്, മോളും പഠിക്കുക. ഞാൻ സ്കൂൾ പാചക തൊഴിലാളിയാണ്. ഞാൻ അത് കഴിഞ്ഞ് വന്ന ഈ രോഗം വെച്ചുകൊണ്ട് ഞാൻ പഠിക്കു പോണത്. ജീവിക്കാൻ യാതൊരു സ്കൂളിൽ പാചക തൊഴിലാളിയാണ് ആണ്. കൊളത്തറ ടിയമദ്രസ LP സ്കൂളിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് സ്കൂളില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇതുപോലെ ബാങ്ക് ലോണുകൾ തിരിച്ചടക്കാൻ പറ്റാതെ ജപ്തിയോ ഇതുപോലെ ക്രൈസിസോ ഉണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്? ഞാനല്ല, ദേവി എന്ന് പറയുന്ന ഈ സഹോദരിക്ക് വേണ്ടി യേശു ചെയ്ത അത്ഭുതം നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യാൻ കർത്താവ് ശക്തനാണ്. ഇവിടെയാണെങ്കിൽ കടം എഴുതി തള്ളി, നിങ്ങൾക്ക് ഒരുപക്ഷെ വേറെ രീതിയിലായിരിക്കും, ഏത് രീതിയിലും പ്രശ്നങ്ങളിൽ നിന്നും പുറത്തെടുക്കുവാൻ യേശുവിന് സാധിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൈകളെല്ലാം ഉയർത്തിപ്പിടിച്ചാൽ കർത്താവെ, ഈ സഹോദരിക്ക് വേണ്ടി പ്രവർത്തിച്ച അതേ കർത്താവ് ഇന്ന് ഈ സാക്ഷ്യം കാണുന്ന എല്ലാവർക്കും വേണ്ടി സാമ്പത്തിക മേഖലകളിൽ ഒരു വലിയ വിടുതൽ അങ്ങ് നൽകുന്നതിനായി നന്ദി. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കുടുംബമായി ആത്മഹത്യ ചെയ്യുന്ന ചരിത്രം കർത്താവെ ഞങ്ങൾ ഈ മണ്ണിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവമേ, യേശു ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഉള്ളപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആത്മഹത്യ അല്ല പരിഹാരം, യേശുവാണ് പരിഹാരം എന്നുള്ളത് കർത്താവ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. ഈ വലിയ അത്ഭുതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ സമയത്ത് വിശ്വസിക്കുന്നവരിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. What a wonderful, wonderful, wonderful Jesus we serve. ഇതുപോലൊരു യേശു നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. ഈ ബ്ലെസ്സിംഗ് ടുഡേയുടെ 578ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതൽ ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മിറക്കിൾസ് ടുഡേ അനുഭവ സാക്ഷ്യങ്ങൾ, അത് മാത്രം എല്ലാം കൂടെ ചേർത്ത് വെച്ചൊന്ന് കണ്ടാൽ നമ്മൾ നോർമലാകും. നമ്മുടെ ആധികൾ മാറിപ്പോകും, ആശങ്കകൾ മാറിപ്പോകും. അത്രയ്ക്ക് യേശു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ഉള്ളിൽ വിശ്വസിക്കുക, കർത്താവെ, ഈ സമയത്ത് വേദനകളിൽ പുളയുന്ന, രോഗങ്ങളിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന, ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന, കുടുംബജീവിതത്തിൽ കഷ്ടപ്പെടുന്ന, സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്ന, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പലവിധ പ്രയാസങ്ങളിൽ നട്ടം തിരിയുന്ന ജീവിതങ്ങൾക്കായി ഞാനിപ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ നാമത്തിൽ ദൈവമേ, അവരെ നീ സൗഖ്യമാക്കി അവർ ആഗ്രഹിക്കുന്ന തുറമുഖത്തേക്ക് അവരുടെ ജീവിതത്തിൻ്റെ കപ്പൽ എത്തിച്ചേരുവാൻ അങ്ങിടയാക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൈകളിപ്പോൾ നീട്ടിയിരിക്കിയാൽ നന്ദി പറയുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ചുഴലി രോഗം എന്നറിയപ്പെടുന്ന ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മാനസിക രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ, സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവരൊറ്റ പ്രോബ്ലം കൊണ്ട് ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്, വിവാഹം കഴിക്കാൻ കഴിയാതെ ഒക്കെ പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. ജീവിതത്തിൽ എങ്ങും എത്തിച്ചേർന്നിട്ടില്ലാത്തവർ യേശുവിൽ വിശ്വസിക്കുക, കർത്താവ് അത്ഭുതകരമായി വിടുവിക്കും. അതുപോലെ പൈശാചിക ശക്തികളുടെ ഉപദ്രവം അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ, സ്വതന്ത്രമാകട്ടെ. വളരെ വ്യക്തമായി കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ കാണിച്ചു തരുന്ന മദ്യപാനികളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളൊരു മദ്യപാനിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ മകനോ നിങ്ങളുടെ സഹോദരനോ പിതാവോ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ബന്ധപ്പെട്ട മദ്യപാനി എങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുക, അവർക്കായി പ്രാർത്ഥിക്കുക. പുകവലിക്കുന്നവർ, അതിനടിമകളായിട്ടുള്ളവർ, വെറ്റില മുറുക്കി അതിന് പാൻ പരാഗ് പോലെയുള്ളത് അല്ലെങ്കിൽ ഡ്രഗ്സ്, യേശുവിൻ നാമത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുരുങ്ങിക്കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോർമോണൽ പ്രോബ്ലം, ഹോർമോണിൻ്റെ പ്രശ്നം നിമിത്തം പ്രയാസം അനുഭവിക്കുന്ന ചില ഗ്ലാൻഡുകളിലുള്ള വീക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്റ്റഡി ലോണിന് വേണ്ടി പ്രയാസപ്പെടുന്ന പലരെയും കർത്താവ് കാണുന്നു. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ, അതുപോലെ ജീവിത പങ്കാളികൾക്കായി പ്രാർത്ഥിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല വിവാഹങ്ങൾ നടക്കട്ടെ.
എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിനകത്ത്, കുടുംബജീവിതത്തിനകത്ത് അസ്വാരസ്യങ്ങൾ അനുഭവിക്കുന്നവരെ കർത്താവ് സ്പർശിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നും നാളെയും 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ 2 സ്ഥലങ്ങളിൽ നടക്കുകയാണ്. ഇന്ന് നടക്കുന്നത് കോയമ്പത്തൂരിലാണ്. ഞങ്ങൾ ടീമായി ഇന്ന് കോയമ്പത്തൂരിലുണ്ട്. ദയവായി അവിടെ വരാൻ കഴിയുന്നവരെല്ലാം വന്നു ചേരുക. നാളെ തൃശ്ശൂരാണ്, അവിടെയും വന്നു ചേരാൻ കഴിയുന്നവർ വന്നു ചേരുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത തിങ്കളാഴ്ചയാണ് നമുക്ക് അടുത്ത നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഒന്നുപോലും മിസ് ചെയ്യാതെ കാണുക. ഗോഡ് ബ്ലെസ് യു. ബൈ. Once again, welcome back to Bible and New. ഇന്നത്തെ ചോദ്യം ഇതാണ്: കുലീനനായ മനുഷ്യൻ തന്റെ ഓരോ ദാസന്മാർക്കും എത്ര റാത്തൽ വെള്ളി വീതമാണ് നൽകിയത്? How many mines did the nobleman give to his servants? Options: A 1, B 2, C 10, D 5. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബോക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.